നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയ SCRTയുടെ 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിന്റെ 3ാമത്തെ ലെസൺ ആണ് ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം. അതില് വലിയ ലെസൺ ആണ്. അതിന്റെ പാർട്ട് 1ലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇത് ഏത് സ്റ്റാൻഡേർഡ് ആണെന്ന് പിന്നീട് സംശയം വരാൻ പാടില്ല. 10ാം ക്ലാസ് ആണ് കേട്ടോ. അപ്പോൾ 10ാം ക്ലാസ്സിലെ പാർട്ട് 2 കേട്ടോ, പാർട്ട് 1ഉം പാർട്ട് 2 ഉണ്ട്. അതിൽ പാർട്ട് 2 നമ്മൾ 1ാമത്തെ ലെസൺ എടുത്തു കഴിഞ്ഞു, 2ാമത്തെ ലെസൺ എടുത്തു കഴിഞ്ഞു, ഇത് 3ാമത്തെ ലെസൺ ആണ് കേട്ടോ. ആ ലെസന്റെ പേരാണ് ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നല്ല രീതിയിൽ ഇത് പഠിച്ചോട്ടാ. പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ 10ാം ക്ലാസ്സിലാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. 10ാം ക്ലാസ് കഴിഞ്ഞത് 9, 8, 7 പറഞ്ഞിട്ട് ഇങ്ങനെ വരും പുതിയ SCRT. പഠിച്ചു കഴിഞ്ഞാൽ എക്കണോമിക്സിൽ നിന്നും ഭരണഘടനയിൽ നിന്നും കേരള ഹിസ്റ്ററിയിൽ നിന്നും ഇന്ത്യ ഹിസ്റ്ററിയിൽ നിന്നും വേൾഡ് ഹിസ്റ്ററിയിൽ നിന്നും മുഴുവൻ മാർക്കും വാങ്ങിക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് നന്നായിട്ട് പഠിച്ചു മാറ്റുക കേട്ടോ. അപ്പൊ ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം, ഇതാണ് ലെസന്റെ പേര്. തീർച്ചയായിട്ടും ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, താഴെ കമന്റ് ചെയ്യുക. അതേപോലെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. സൗണ്ടൊക്കെ നല്ല മാറ്റമാണ്, ഭയങ്കര ടയേർഡാണ്. നമുക്ക് ക്ലാസ്സുകൾ ഇപ്പോൾ 4-5 ദിവസം തന്നെ നമ്മൾ ക്ലാസ്സുകൾ ഇട്ടിട്ടില്ല. അപ്പം ഇനി നമ്മളത് വൈകിക്കാൻ പാടില്ല, കാരണം എക്സാമുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ വരാൻ പോകുന്ന കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡൊക്കെ ലക്ഷ്യം വെക്കുന്നവർക്ക് നന്നായിട്ട് പഠിക്കട്ടെ. അതേപോലെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ, VFA, ബിവ്കോ, ഇതെല്ലാറ്റിലേക്കും നിങ്ങൾക്ക് ഒരുപോലെ പ്രയോജനകരമായിരിക്കും. നൂറ്റാണ്ടുകളായി വടക്കു പടിഞ്ഞാറൻ അതിർത്തിയിൽ ജീവിച്ചിരുന്ന ലക്ഷക്കണക്കിന് ഹിന്ദുക്കളും സിഖുകാരും തങ്ങളുടെ വീടുകൾ അപേക്ഷിച്ച് സ്വയരക്ഷയ്ക്കായിട്ട് സിഖ് ഹിന്ദു ഭൂരിപക്ഷമുള്ള കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്തു. അങ്ങനെ നമുക്കറിയാം, പാകിസ്ഥാൻ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വരികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് പഠിക്കണം. ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതിൽ ഖുശ്വന്ത് സിംഗിന്റെ വാക്കുകളാണ് കേട്ടോ. ട്രെയിൻ ടു പാകിസ്ഥാൻ, ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ട്രെയിൻ ടു പാകിസ്ഥാൻ എന്നത് ഖുശ്വന്ത് സിംഗിന്റേതാണ്. അതിലത്തെ വരികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിവിടെ പറയുന്നുണ്ട്, ഖുശ്വന്ത് സിംഗിന്റെ ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന നോവലിൽ നിന്നുള്ള ഒരു ഭാഗമാണ് നിങ്ങൾ വായിച്ചത്. 1947 ഇന്ത്യ വിഭജനത്തെ തുടർന്നുണ്ടായ അഭയാർത്ഥി പ്രവാഹത്തെക്കുറിച്ചും ജനങ്ങൾ അനുഭവിച്ച യാതനകളെക്കുറിച്ചുമാണ് ഇവിടെ പരാമർശിക്കുന്നത്. അപ്പൊ 1947 ഇന്ത്യ വിഭജനം നടന്നു. ആ ഇന്ത്യ വിഭജനത്തിലെ നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ അത് പഠിച്ചിട്ട് പോയതാണ് അല്ലെ. ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് സംഭവിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ആ ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ടുള്ള അഭയാർത്ഥി പ്രവാഹങ്ങളിലെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും സിഖുകാരും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് അങ്ങോട്ട് പലായനം ചെയ്യുകയും പിന്നീട് പോയവർ തിരിച്ച് വീണ്ടും ഇങ്ങോട്ട് വരികയും ഇവിടെ നിന്നുള്ളവർ അങ്ങോട്ട് പോവുകയും അങ്ങനെ അഭയാർത്ഥി പ്രവാഹം നടന്നിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അവിടെയൊക്കെ യാത്രകളെ കുറിച്ചിട്ടാണ് ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന നോവലില് പരാമർശിക്കുന്നത്. അത് ആരുടേത് എന്ന് ചോദിച്ചാൽ ഖുശ്വന്ത് സിംഗിന്റേതാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി വിഭജനവും വിഭജനാനന്തര കുടിയേറ്റവും പലായനവും ഇന്ത്യൻ സമൂഹത്തിൽ വലിയ പരിവർത്തനങ്ങൾ സൃഷ്ടിച്ചു. പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് കുടിയേറിയവരുടെ പുനരധിവാസം അതത് പ്രദേശങ്ങളിൽ മതപരവും ഭാഷാപരവും സാമൂഹികവും സാമ്പത്തികവുമായ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു അല്ലെ. അന്ന് ജാതിയുടെ പേരിലായിരുന്നു അന്നത്തെ ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നത് അല്ലെ. അങ്ങനെ ഇപ്പൊ ഇന്ത്യയിലേക്ക് കുടിയേറിയവരുടെ പുനരധിവാസം അതത് പ്രദേശങ്ങളിൽ അല്ലെ. ചിലപ്പോ മതം ഇവിടെ വേണ്ട എന്ന് പറയും, ഈ ഭാഷക്കാർ ഇവിടെ വേണ്ട പറയും, സാമ്പത്തികമായിട്ടുള്ള സാമൂഹ്യ പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. ഇവയ്ക്ക് രാഷ്ട്രീയ പരിഹാരം കാണേണ്ടത് അനിവാര്യമായിരുന്നു. തട്ടിക്കൊണ്ടുപോകപ്പെട്ട വ്യക്തികൾക്കുള്ള വീണ്ടെടുക്കലും പുനരധിവാസവും നിയമം 1949 പഠിച്ചു വെക്കണം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 1949 എന്ത് വരുന്നത്? ദ അബ്ഡക്റ്റഡ് പേഴ്സൺസ് റിക്കവറി ആൻഡ് റീസ്റ്റോറേഷൻ ആക്ട് വരുന്നത്. പഠിച്ചു വെക്കണം. വീണ്ടെടുക്കലും പുനരധിവാസവും ആക്ട് 1949 അതേപോലെ പലായനം ചെയ്തവർക്കുള്ള നഷ്ടപരിഹാരവും പുനരധിവാസവും നിയമം 1954 ദ ഡിസ്പ്ലേസ്ഡ് പേഴ്സൺസ് കോമ്പൻസേഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ, നഷ്ടപരിഹാരവും പുനരധിവാസവും ആക്ട് 1954 അതേപോലെ 1955 പൗരത്വ നിയമം നിലവിൽ വരുന്നത്. സിറ്റിസൺ ആക്ട് ഓഫ് 1955 തുടങ്ങിയ നിയമങ്ങളുടെ രാജ്യം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചു. ഇതിനു പുറമെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ മൗലിക അവകാശങ്ങളായിട്ട് ഭരണഘടനയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ മൗലിക അവകാശങ്ങളെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തി എന്ന് പറയുന്നുണ്ട്. അത് ഏതാണ് ആർട്ടിക്കിൾ വരുന്നത്? ആർട്ടിക്കിൾ 29ഉം 30ഉമാണ് കേട്ടോ. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ പറയുന്നത് മൗലിക അവകാശങ്ങളിൽ 29ഉം 30ഉമാണ്. അപ്പൊ ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്
ഒന്ന് 1947 ഇന്ത്യ വിഭജനം നടന്നത്, അത് പഠിക്കുക. അതേപോലെ നേരത്തെ തന്നിട്ടുള്ള ആ വരികൾ ആരുടെ എന്ന് ചോദിച്ചാൽ ട്രെയിൻ ടു പാകിസ്ഥാൻ. ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന നോവൽ ആരുടേതാണ്? ഖുശ്വന്ത് സിംഗിന്റേതാണ്. അവിടെ 2 ക്വസ്റ്റ്യൻ പഠിച്ചല്ലോ അല്ലെ. പിന്നെ 1947 ഇന്ത്യ വിഭജനത്തെ തുടർന്നുണ്ടായിട്ടുള്ള മത, ഭാഷ, സാമൂഹ്യ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? രാഷ്ട്രീയ ഇടപെടലുകൾ അനിവാര്യമാണ് എന്ന് കണ്ടു. രാഷ്ട്രീയമായിട്ട് പരിഹാരം കാണണം എന്ന് മനസ്സിലാക്കിയപ്പോൾ കൊണ്ടുവന്ന ആക്ടുകളാണ് 49 വീണ്ടെടുക്കലും പുനരധിവാസവും ആക്ട്. 49 വീണ്ടെടുക്കലും പുനരധിവാസവും ആക്ട്. 54 എന്താ പറഞ്ഞ? നഷ്ടപരിഹാരവും അതുപോലെ പുനരധിവാസ ആക്ടും. 1955 സിറ്റിസൺഷിപ്പ് അല്ലെ, പൗരത്വം. ഇതാണ് ഇവിടെ പഠിക്കാനുള്ളത് കേട്ടോ. ഇനി സ്വതന്ത്ര ഇന്ത്യ നേരിട്ട മറ്റു പ്രധാനപ്പെട്ട വെല്ലുവിളിയായിരുന്നു നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. 3 കരാറുകളിലൂടെയാണ് സംയോജന പ്രക്രിയ നടപ്പിലാക്കിയത്. മനസ്സിലായോ? വരാൻ പോകുന്ന എക്സാമിന്റെ 100% ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എങ്ങനെയാണ് നമ്മൾ പറയാറുണ്ടല്ലേ? ലയന കരാറ്, പിന്നെ ചർച്ചകളിലൂടെ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. അപ്പൊ ഈ നാട്ടുരാജ്യങ്ങൾ ഇപ്പൊ നമുക്കറിയാം, ഹൈദരാബാദ്, ജുനഗഡ്, കാശ്മീർ ഒക്കെ ഇന്ത്യ വിഭജന സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇന്ത്യയോട് കൂടെ ചേരാനൊക്കെ വിസമ്മതിച്ചു നിന്നിട്ടുണ്ടായിരുന്നു അല്ലെ. പിന്നീട് ഓരോരോ കരാറുകളിലൂടെയാണ് ഹൈദരാബാദിനെയും ജുനഗഡിനെയും കാശ്മീരിനെയും ഒക്കെ നമ്മുടെ ഇന്ത്യയുടെ ഭാഗമാക്കിയിട്ട് മാറ്റിയത്. അങ്ങനെ ഇതൊക്കെ ചോദിക്കും, എത്ര കരാറാന്നൊക്കെ സ്റ്റേറ്റ്മെന്റിൽ വരും. 3 കരാറിലൂടെയാണ് നാട്ടുരാജ്യ സംയോജനം നടപ്പിലാക്കിയത്. അതിൽ ഒന്നാമത്തെ കരാറാണ് തൽസ്ഥിതി കരാറ്, അതായത് സ്റ്റാൻഡ് സ്റ്റിൽ എഗ്രിമെന്റും. രണ്ടാമത്തേത് പ്രവേശന കരാറ്, ഇൻസ്ട്രുമെന്റ് ഓഫ് അസഷൻ. ഓക്കെ, അപ്പൊ എന്താണ് അടുത്തൊക്കെ നമുക്ക് പഠിക്കാം കേട്ടോ. എന്താണ് തൽസ്ഥിതി കരാർ? പഠിച്ചു വെക്കണേ. 3 കരാറാണ് നാട്ടുരാജ്യ സംയോജനങ്ങളിൽ നടന്നത്. അതിൽ ഒന്നാമത്തെ കരാറാണ് തൽസ്ഥിതി കരാറ്. നാട്ടുരാജ്യങ്ങൾ അവരുടെ നിലവിലെ അവസ്ഥ തുടരണമെന്നതായിരുന്നു ഈ കരാറിലെ വ്യവസ്ഥ. തൽസ്ഥിതി ആ വാക്കിൽ തന്നെ ഉണ്ട് അല്ലെ. ആ അപ്പോഴത്തെ എന്താണോ അവസ്ഥ അതിൽ തന്നെ തുറന്നു കൊണ്ടുപോകുക. ഓക്കെ, നാട്ടുരാജ്യങ്ങൾ അവരുടെ നിലവിലെ അവസ്ഥ തുടരണമെന്നതായിരുന്നു ഈ കരാറിലെ വ്യവസ്ഥ. ഇതിലൂടെ ഈ രാജ്യങ്ങൾ പാകിസ്ഥാനിൽ ചേരുന്നത് തടയാൻ സാധിച്ചു. ഓക്കെ, തൽസ്ഥിതി കരാർ ആ വാക്കിൽ തന്നെ എടുക്കാം. ഇനി പ്രവേശനം. അടുത്തത് പ്രവേശന കരാറാണ്. ഇൻസ്ട്രുമെന്റ് ഓഫ് അസഷൻ ആണ്. നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുന്നതിനുള്ള സമ്മതം നൽകുന്ന കരാറായിരുന്നു ഇത്. നാട്ടുരാജ്യങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുന്നതിനുള്ള സമ്മതം നൽകുന്ന കരാറായിരുന്നു ഇത്. അതേസമയം ആന്തരിക സ്വയംഭരണത്തിനുള്ള അവകാശം ഇത് പ്രകാരം നാട്ടുരാജ്യങ്ങൾക്ക് അനുവദിച്ചു. അപ്പൊ തൽസ്ഥിതി കരാർ പറയുമ്പോൾ നാട്ടുരാജ്യങ്ങളുടെ അപ്പോഴത്തെ നിലവിലെ അവസ്ഥ എന്താണോ അത് വെച്ചിട്ട് തന്നെ മുന്നോട്ട് പോവുക. പ്രവേശന കരാർ പറഞ്ഞാൽ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? സമ്മതം നൽകുന്ന ഒരു കരാറായിരുന്നു പ്രവേശന കരാർ. അതും വാക്കിൽ തന്നെ നമുക്ക് എടുക്കാം. ഇനി സംയോജന കരാറ്, മെർജർ എഗ്രിമെന്റ് നോക്കൂ. നാട്ടുരാജ്യങ്ങൾ പൂർണ്ണമായും ഇന്ത്യൻ യൂണിയനിൽ ചേരുന്നതിനുള്ള കരാറായിരുന്നു. സംയോജന കരാർ. ഈ കരാർ പ്രകാരം സ്വയംഭരണാവകാശം ഇല്ലാതാകുന്നു. അപ്പോൾ ഒരു നാട്ടുരാജ്യം നമ്മുടെ ഇന്ത്യൻ യൂണിയനിൽ ചേർന്ന് കഴിഞ്ഞാൽ, പൂർണ്ണമായും ഇന്ത്യൻ യൂണിയനിൽ ചേർന്ന് കഴിഞ്ഞാൽ ആ നാട്ടുരാജ്യത്തിന് അതുവരെ എന്തുണ്ടാവും? ഒരു സ്വയംഭരണം ഉണ്ടാവും അല്ലെ. പക്ഷെ ഇന്ത്യൻ യൂണിയനിൽ ചേർന്ന് കഴിഞ്ഞാൽ എന്തുണ്ടായില്ല? അവർക്ക് അവരുടേതായിട്ടുള്ള സ്വന്തം തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശം ഉണ്ടായില്ല. സ്വയംഭരണം അവകാശം ഇല്ലാതാകുന്നു. ഓക്കെ, പഠിക്കണം കേട്ടോ. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഒരു താൽക്കാലിക സർക്കാരായിരുന്നു ഇന്ത്യയിൽ ഭരണം നടത്തിയിരുന്നത്. ജനാധിപത്യ വ്യവസ്ഥയുടെ സ്ഥാപനത്തിനായി ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റ് ഉണ്ടാക്കേണ്ടത് ആവശ്യമായിരുന്നു. ഇതുപ്രകാരം സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് ആവശ്യമായി വന്നു. ഇതിനുവേണ്ടി ഭരണഘടന അനുസൃതമായി 1950 ജനുവരി മാസം 25 ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നു. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 1950 ജനുവരി 25, 51 ഒക്ടോബർ മുതൽ 52 ഫെബ്രുവരി ആയിരുന്നു. ഇവിടെ ആ ഭാഗത്ത് പ്രത്യേകം എടുത്ത് പഠിക്കണം കേട്ടോ. 1950 ജനുവരി മാസം 25 എന്തു ചെയ്തു? ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നു. ഓക്കെ, പഠിച്ചോ. 50 ജനുവരി 25 നോട്ട് ചെയ്തോ. 1950 ജനുവരി 25 ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നു. പിറ്റത്തെ വർഷം 1951 ഒക്ടോബർ മുതൽ 1952 ഫെബ്രുവരി വരെ ആയിരുന്നു ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ്. പി ക്യു ആണ്. 51 ഒക്ടോബർ മുതൽ 52 ഫെബ്രുവരി വരെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നു. ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഹിന്ദുസ്ഥാൻ ടൈംസ് എന്ന പ്രമുഖ ഇംഗ്ലീഷ് ദിനപത്രത്തിൽ വന്ന നിരീക്ഷണമാണ് ഇനി കൊടുക്കാൻ പോകുന്നത്. നോക്കാം.
50 ജനുവരി 25-ന് ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നു. 51 ഒക്ടോബർ മുതൽ 52 ഫെബ്രുവരി വരെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ 3 കരാറുകൾ ഉണ്ടായിരുന്നു. ഒന്ന് തൽസ്ഥിതി കരാറ്, പ്രവേശന കരാറ്, സംയോജന കരാർ. ഓക്കെ ആയോ? നോക്കൂ, ഹിന്ദുസ്ഥാൻ ടൈംസിൽ കൊടുത്തിരിക്കുന്ന വാക്കുകൾ: ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ തെരഞ്ഞെടുപ്പ് പരീക്ഷണം ഇന്ത്യൻ ജനത അങ്ങേയറ്റം പ്രശംസനീയ വിധം നിർവഹിച്ചെന്ന് സാർവത്രികമായി അംഗീകരിക്കപ്പെട്ടു. ചിലപ്പോൾ ഈ ഒരു കോട്ടിംഗ് നമുക്ക് എക്സാമിന് തന്നിട്ടായിരിക്കാം. ഇത് ഏത് പത്രത്തിൽ വന്നതാണ് എന്ന് ചോദിക്കും. ഹിന്ദുസ്ഥാൻ ടൈംസ് ആണ് കേട്ടോ. ഇന്ത്യയെ പോലെ വിശാലവും വൈവിധ്യങ്ങൾ നിറഞ്ഞതുമായ ഒരു രാജ്യത്ത് സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നത് നിരവധി വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. എന്തൊക്കെയാണ് നേരിട്ട വെല്ലുവിളികൾ നോക്കാം. ഒന്ന്, വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇലക്ഷൻ നടത്താൻ വേണ്ടി നമ്മുടെ ജനാധിപത്യ ഇന്ത്യയിൽ നേരിട്ട വെല്ലുവിളികൾ. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, പഠിച്ചോളണം. ഒന്ന്, നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തി നിർണയിക്കുക. 2, പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ വോട്ടർ പട്ടിക തയ്യാറാക്കുക. 3, വോട്ട് ചെയ്യേണ്ടതിന്റെ ആവശ്യകത നിരക്ഷരരായ ബഹുഭൂരിപക്ഷം ജനങ്ങളെ ബോധ്യപ്പെടുത്തുക. വേണ്ടത്ര തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ കണ്ടെത്തി പരിശീലിപ്പിക്കുക. 5, സുതാര്യവും നിഷ്പക്ഷവും നീതിപൂർവകവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുക. ഈ 5 കാര്യങ്ങൾ അന്ന് നേരിട്ട വെല്ലുവിളികളാണ്. ഇത്തരത്തിലുള്ള നിരവധി വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് നടന്ന പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യത്തെ പ്രധാനമന്ത്രിയായി ജവഹർലാൽ നെഹ്റു സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയും ഇതോടെ രാജ്യത്തെ ജനാധിപത്യ ഭരണക്രമത്തിന് തുടക്കമാവുകയും ചെയ്തു. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ്. ആ പൊതു തെരഞ്ഞെടുപ്പിലേക്ക് നേരിട്ട വെല്ലുവിളികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്ന്, അതിർത്തി നിർണയിക്കുന്നതിലും വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിലും നിരക്ഷരരായ വോട്ട് ചെയ്യേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാക്കി കൊടുക്കാനും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ കണ്ടെത്തി പരിശീലിപ്പിക്കാനും നീതിപൂർവമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാനും ഒക്കെ അന്ന് നേരിട്ട ഒരു വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. അതേപോലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഭൂരിപക്ഷം ജനങ്ങളും വിശ്വാസം അർപ്പിച്ചത് ഏകകക്ഷി മേധാവിത്വ ഭരണത്തിന് തുടക്കം കുറിച്ചു. മനസ്സിലായോ? ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഭൂരിപക്ഷം ജനങ്ങളും വിശ്വാസമർപ്പിച്ചത് ഏകകക്ഷി മേധാവിത്വ ഭരണത്തിന് തുടക്കം കുറിച്ചു. പിൽക്കാലത്തെ ഏകകക്ഷി മേധാവിത്വം ക്രമേണ ഇല്ലാതാകുകയും ബഹുകക്ഷി സമ്പ്രദായത്തിലേക്കും മുന്നണി സമ്പ്രദായത്തിലേക്കും ഇന്ത്യൻ രാഷ്ട്രീയം പരിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്തു. അതായത് അന്നത്തെ കാലത്ത് ഒരു പാർട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അവർ മാത്രമാണ് ഭരിച്ചത്. പക്ഷെ പിന്നീട് എന്തായിരുന്നു, ബഹുപാർട്ടികൾ വന്നു, മുന്നണി രാഷ്ട്രീയങ്ങൾ വന്നു. അറിയാം ഇന്നത്തെ അവസ്ഥയൊക്കെ എന്താണെന്ന് അറിയാം അല്ലെ? അങ്ങനെ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തി. ഇനി ഏകകക്ഷി മേധാവിത്വം ഇന്ത്യയിൽ എങ്ങനെ നോക്കിയാൽ, ഒരു രാഷ്ട്രീയ പാർട്ടി തുടർച്ചയായി വലിയ ഭൂരിപക്ഷത്തിൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് അധികാരം നിലനിർത്തുന്നതിനെയാണ് ഇന്ത്യയിൽ ഏകകക്ഷി മേധാവിത്വം എന്ന് പറയുന്നത്. നമുക്കറിയാം അന്നൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയാണ് അല്ലെ? കോൺഗ്രസിന്റെ ഒരൊറ്റ ഏകകക്ഷി ആധിപത്യമാണ്. അന്ന് വേറൊരു പാർട്ടികളും ഉണ്ടായിരുന്നില്ല അല്ലെ? അപ്പൊ ഒരു രാഷ്ട്രീയ പാർട്ടി തുടർച്ചയായിട്ട് വലിയ ഭൂരിപക്ഷത്തിൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് അധികാരം നിലനിർത്തുന്നതിനെയാണ് ഇന്ത്യയിൽ ഏകകക്ഷി മേധാവിത്വം എന്ന് പറഞ്ഞത്. ഇന്ത്യയിൽ ജനാധിപത്യ ക്രമത്തിനുള്ളിലാണ് ഏകകക്ഷി മേധാവിത്വം നിലനിന്നിരുന്നത്. ഇനി എങ്ങനെയാണ് ഈ ഏകകക്ഷി നിന്നും മുന്നണി സംവിധാനത്തിലേക്ക് ഇന്ന് കാണുന്ന ഇന്ത്യയിലേക്ക് എത്തിയത്? ആദ്യത്തെ തെരഞ്ഞെടുപ്പില് ഭൂരിപക്ഷം ലഭിച്ച് അധികാരത്തിലെത്തിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആയിരുന്നു. നമ്മൾ പറഞ്ഞു അല്ലെ? തുടർന്ന് 1957-ലെയും 1962-ലെയും 1962-ലെയും തെരഞ്ഞെടുപ്പുകളിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അധികാരം നിലനിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 1960 ക്ലാസ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഇനി എങ്ങനെയാണ് ഏകകക്ഷി മേധാവിത്വത്തിൽ നിന്ന് മുന്നണി സംവിധാനത്തിലേക്ക് എത്തിയത് എന്ന് നമുക്ക് നോക്കാം. അതില് ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ലഭിച്ച അധികാരത്തിലെത്തിയ പാർട്ടി നമുക്കറിയാം, അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് അല്ലെ? ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലായിരുന്നു എന്ത് ചെയ്തത്? ഗവൺമെന്റ് കൊണ്ടുപോയത്. തുടർന്ന് എന്ത് ചെയ്തു? 1957-ലെയും 1962-ലെയും തെരഞ്ഞെടുപ്പുകളിലും ഇന്ത്യൻ കോൺഗ്രസ് അധികാരം നിലനിർത്തി. അതാണ് നമ്മൾ പറഞ്ഞത്, അവിടെ അന്ന് ഏകകക്ഷി മേധാവിത്വം അല്ലെ, വേറെ ഏത് കക്ഷികളും നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. 57-ൽ തെരഞ്ഞെടുപ്പ് നടന്നു, 62-ൽ തെരഞ്ഞെടുപ്പ് നടന്നു. അതിലൊക്കെ നമുക്കറിയാം 1951-ലും 52-ലും തെരഞ്ഞെടുപ്പുകൾ ആദ്യം നടന്നു എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ? അതിൽ INC എന്ത് ചെയ്തു? ജവഹർലാൽ നെഹ്റുവിന്റെ ഗവൺമെന്റ് വന്നു. വീണ്ടും 57-ല് തെരഞ്ഞെടുപ്പ് നടന്നു, വീണ്ടും INC വന്നു. 1962-ൽ വീണ്ടും വന്നു.
അപ്പോഴും INC വന്നു അല്ലെ. അങ്ങനെ ഏകകക്ഷി മേധാവിത്വം നിലനിർത്തി ആരാണെന്ന്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെ. അങ്ങനെ 67 തെരഞ്ഞെടുപ്പിൽ ദേശീയ തലത്തിൽ മേധാവിത്വം നിലനിർത്താൻ കഴിഞ്ഞെങ്കിലും സംസ്ഥാന തലങ്ങളിൽ കോൺഗ്രസ് മേധാവിത്വത്തിന് തിരിച്ചടി നേരിടുകയുണ്ടായി. പക്ഷെ ഇന്ത്യൻ മുന്നണി നോക്കുന്ന സമയത്ത് അവിടെ INC ആണെങ്കിലും പക്ഷെ ഓരോ സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന്റെ മേധാവിത്വത്തിന് എന്ത് ചെയ്തു? തിരിച്ചടി നേരിട്ടു. എങ്കിലും 1989 വരെയുള്ള പൊതു തെരഞ്ഞെടുപ്പുകളിൽ പഠിക്കണം മക്കളെ, പഠിക്കണേ. 1989 വരെയുള്ള പൊതു തെരഞ്ഞെടുപ്പുകളിൽ, അതായത് 77 മുതൽ 79 വരെയുള്ള ജനതാ പാർട്ടി ഭരണകാലം ഒഴിച്ചാൽ, നമുക്കറിയാം മൊറാർജി ദേശായിയുടെ ഗവൺമെന്റ് ആയിരുന്നു അല്ലെ ജനതാ പാർട്ടി എന്ന് പറയുന്നത്. 1977 മുതൽ 79 വരെയുള്ള ജനതാ പാർട്ടിയുടെ ഭരണകാലം ഒഴിച്ചാൽ എന്തായിരിക്കും? കോൺഗ്രസ് പാർട്ടിക്കായിരുന്നു മേൽക്കൈ. അപ്പൊ ആ ഒരു ഇടയിലുള്ള ഒരു പീരീഡിൽ മാത്രം ജനതാ പാർട്ടി ഒരു കക്ഷി മുന്നിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ 89 വരെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പാർട്ടിക്കായിരുന്നു മേൽക്കൈ എന്ന് പറയുന്നത്. 77 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെടുകയും ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിലെത്തുകയും ചെയ്തു. തുടർന്നുള്ള 2 തെരഞ്ഞെടുപ്പുകളിൽ 80-ലും 84-ലും കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിച്ചു. അങ്ങനെ കണ്ട 89 കാലഘട്ടങ്ങളിലേക്ക് എത്തുകയാണ്. ഓക്കെ. അപ്പൊ 51, 52 കാലഘട്ടത്തിലുള്ള തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞു. 57 തെരഞ്ഞെടുപ്പിൽ വന്നു, 62 തെരഞ്ഞെടുപ്പിൽ വന്നു, 67 വീണ്ടും വന്നു. പിന്നെ 77 ജനതാ പാർട്ടി അധികാരത്തിൽ വന്നെങ്കിലും പിന്നീട് 77 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു അല്ലെ. 77 ജനതാ പാർട്ടി വന്നു, അപ്പൊ കോൺഗ്രസ് പരാജയപ്പെട്ടു. പക്ഷേ ജനതാ പാർട്ടിയുടെ അന്ന് മൊറാർജി ദേശായി ആണ് കേട്ടോ ജനതാ പാർട്ടിയിലെ അത് അധികാരത്തിലെത്തുകയും പക്ഷെ തുടർന്ന് വീണ്ടും വന്ന 2 തെരഞ്ഞെടുപ്പിൽ 80-84 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിച്ചു. എന്നാൽ 89 തെരഞ്ഞെടുപ്പോടുകൂടി ബഹുകക്ഷി സമ്പ്രദായത്തിൽ അധിഷ്ഠിതമായ മുന്നണി രാഷ്ട്രീയത്തിലേക്ക് ഇന്ത്യൻ ജനാധിപത്യം കടന്നു. 89 ശേഷം ജനതാദളിന്റെ നേതൃത്വത്തിലുള്ള ജനതാദൾ ഫ്രണ്ടും തുടർന്ന് 91 മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെ പിന്തുണയോടെ കോൺഗ്രസും അധികാരത്തിലെത്തി. ഓക്കെ. 96 തെരഞ്ഞെടുപ്പിനെ തുടർന്ന് 1996 തെരഞ്ഞെടുപ്പിനെ തുടർന്നിട്ടാണ് ആദ്യം BJPയും പിന്നീട് വിവിധ കക്ഷികൾ ചേർന്ന ഐക്യമുന്നണിയും സർക്കാർ രൂപീകരിക്കുകയുണ്ടായി. 47 സ്വാതന്ത്ര്യം കിട്ടിയിട്ട് BJP ഒക്കെ വന്നത് എപ്പോഴാണ്? 96 വർഷങ്ങൾ എത്ര കഴിഞ്ഞു അല്ലേ. അങ്ങനെ പിന്നീട് വിവിധ കക്ഷികൾ ചേർന്ന ഐക്യമുന്നണിയും സർക്കാർ രൂപീകരിക്കേണ്ടത്. പിന്നീട് 98, 99 വർഷങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ BJP നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യം അല്ലെ, അതായത് NDA കണ്ടോ, നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് കേട്ടോ. നമ്മളിപ്പോ NDA പഠിക്കാറുണ്ട്, ചിലപ്പോൾ NDAയുടെ ഫുൾ ഫോം ഒന്നും ചിലപ്പോൾ അറിയില്ല. നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് ആണ് കേട്ടോ, ആണ് അധികാരത്തിൽ വന്നത് 98, 99 വർഷ തെരഞ്ഞെടുപ്പുകളിൽ കേട്ടോ. പിന്നീട് 2004, 2009 വർഷങ്ങളിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഐക്യ പുരോഗമന സഖ്യം യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് അധികാരത്തിലെത്തുകയും ചെയ്തു. പിന്നീട് 2014, 19, 24 വർഷങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായിട്ട് BJPയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യം വിജയിക്കുകയും അധികാരം നിലനിർത്തുകയും ചെയ്തു. അങ്ങനെ ഏകകക്ഷി മേധാവിത്വത്തിൽ നിന്ന് ബഹുകക്ഷി മുന്നണി മേധാവിത്വത്തിലേക്ക് ഇന്നത്തെ ഇന്ത്യൻ ജനാധിപത്യം എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്ത്യയിലെ മുന്നണി രാഷ്ട്രീയത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ പ്രധാനമായും താഴെ പറയുന്ന രീതികളാണ് സർക്കാരുകൾ രൂപീകരിക്കപ്പെടുന്നത്. എങ്ങനെയാണ് മുന്നണി രാഷ്ട്രീയത്തിൽ സർക്കാരുകൾ രൂപീകരിക്കപ്പെടുന്നത്? ഇപ്പൊ ഇന്ന് BJP ഗവൺമെന്റ് ആണ് അല്ലെ കേന്ദ്രം ഭരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇവരൊക്കെ എത്തിച്ചേർന്നത്? തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഒരു പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ മുന്നണിയായി മത്സരിക്കുന്നതിന് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ ധാരണയുണ്ടാക്കും. ഓക്കെ. ആദ്യം രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ എന്ത് ചെയ്യണം? ഒരു ധാരണ വേണം. തെരഞ്ഞെടുപ്പിന് ശേഷം മുന്നണി രൂപീകരിച്ച് ഗവൺമെന്റ് ഉണ്ടാക്കണം. ലോകസഭയിൽ ഭൂരിപക്ഷം ഇല്ലാത്ത ഗവൺമെന്റിന് പുറത്തുനിന്ന് പിന്തുണ നൽകുക. ഓക്കെ. ലോകസഭയിൽ ഭൂരിപക്ഷം ഇല്ലാത്ത ഗവൺമെന്റിന് പുറത്തുനിന്ന് പിന്തുണ നൽകുക. ഓക്കെ. ഇനി നമുക്ക് അങ്ങനെ ആ ഇലക്ഷനൊക്കെ കഴിഞ്ഞു. എങ്ങനെയാണ് ഏകകക്ഷി മേധാവിത്വത്തിൽ നിന്നും ബഹുകക്ഷി മേധാവിത്വത്തിലേക്ക് എത്തിയത് എന്നുള്ളത് നമ്മൾ പഠിച്ചു. പിന്നീട് നമ്മളെ ഇന്ത്യൻ ജനാധിപത്യത്തിലെ പ്രതിസന്ധി ഘട്ടം എത്തുകയാണ്. എമർജൻസി അല്ലെ, അടിയന്തരാവസ്ഥ. ആരാണ് ആദ്യം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്? ഇന്ദിരാഗാന്ധിയാണ് അല്ലെ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഈ പിക്ചർ ഓർമ്മ വെക്കണം. ആദ്യം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ത്യൻ ജനാധിപത്യം അഭിമുഖീകരിച്ച പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധിയായിരുന്നു അടിയന്തരാവസ്ഥ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ഓരോ ലൈനും പഠിക്കുമ്പോൾ ശ്രദ്ധിച്ചു പഠിക്കണം. 1975 ജൂൺ മാസം 25 രാജ്യത്തെ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടത്. വെരി ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഇന്ത്യ രാജ്യത്തെ ആദ്യത്തെ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച വർഷം 1975 ജൂൺ 25. മൗലിക അവകാശങ്ങളുടെ മരവിപ്പിക്കാൻ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ പറയാറുണ്ട് അല്ലെ. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ
എല്ലാം അവിടെ എന്താണ് സ്തംഭിക്കും അല്ലെ. അങ്ങനെ മൗലികാവകാശങ്ങളുടെ മരവിപ്പിക്കൽ, പത്രസ്വാതന്ത്ര്യം നിഷേധിക്കൽ തുടങ്ങിയ ജനാധിപത്യ അവകാശ ലംഘനങ്ങൾ അടിയന്തരാവസ്ഥയുടെ ഭാഗമായിട്ട് എന്ത് ചെയ്തു, നടപ്പിലാക്കപ്പെട്ടു. കണ്ടോ, മൗലികാവകാശങ്ങളുടെ മരവിപ്പിക്കൽ, പത്രസ്വാതന്ത്ര്യം നിഷേധിക്കൽ തുടങ്ങിയ ജനാധിപത്യ അവകാശ ലംഘനങ്ങൾ അടിയന്തരാവസ്ഥയുടെ ഭാഗമായിട്ട് എന്ത് ചെയ്തു, നടപ്പിലാക്കപ്പെട്ടു. നമ്മൾ ഇന്ത്യൻ ഭരണഘടന പഠിക്കുന്ന സമയത്ത് മൗലികാവകാശങ്ങളിൽ ചിലത് നമ്മൾ പറയാറില്ലേ, 19, 20, 21 ഒക്കെ എന്ത് ചെയ്യാൻ പറ്റില്ല, താൽക്കാലികം അടിയന്തരാവസ്ഥ കാലത്ത് പോലും നിർത്തിവെക്കാൻ പറ്റില്ല അല്ലെ. സായുധ വിപ്ലവമോ അടിയന്തരാവസ്ഥയൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ ഇന്നത് എന്നൊക്കെ നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ. അപ്പൊ ഇത് ഒഴിച്ചിട്ടുള്ള ബാക്കിയെല്ലാം എന്ത് ചെയ്യും, മൗലികാവകാശങ്ങൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ നിഷേധിക്കപ്പെടും അല്ലെ. പക്ഷെ ആർട്ടിക്കിൾ 19, 20, 21 ഒക്കെ എന്താണ് അതായത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ പോലും എന്ത് ചെയ്യാൻ പറ്റില്ല, മൗലികാവകാശങ്ങളായിട്ടുള്ള 19, 20, 21 ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, സ്തംഭിപ്പിക്കാൻ പാടില്ല. അതുപോലെ പത്രസ്വാതന്ത്ര്യവും നിഷേധിക്കാൻ പാടില്ല. ഓക്കെ, പഠിച്ചു വെക്കണം കേട്ടോ. ഇതൊക്കെ അടുത്ത സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടതിന്റെ പശ്ചാത്തലം എന്താന്ന് നമുക്ക് നോക്കാം. എന്താണ് 1975 ജൂൺ 25 എന്തിനാണ് ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് നമ്മുടെ രാജ്യത്ത് ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? എന്താണ്, പഠിച്ചോ? രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കേന്ദ്ര സർക്കാരിനെതിരായി ഉയർന്നു വന്ന പ്രക്ഷോഭങ്ങളായിരുന്നു പ്രധാനപ്പെട്ട ഒരു കാരണം. 1. 2. ഗുജറാത്തിൽ മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭം സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടുന്നതിലേക്ക് നയിച്ചു. മനസ്സിലായോ? തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു. ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ ബീഹാറിൽ നടന്ന പ്രക്ഷോഭ പരമ്പര ദേശീയ തലത്തിലും സ്വാധീനം ചെലുത്തി. ഇത് കേന്ദ്ര ഗവൺമെന്റിനെതിരെയുള്ള പ്രക്ഷോഭങ്ങൾക്കും കാരണമായി. അങ്ങനെ 1970കളിൽ നേരിട്ട സാമ്പത്തിക പ്രതിസന്ധി, ഭക്ഷ്യക്ഷാമം, തൊഴിലില്ലായ്മ എന്നിവയായിരുന്നു ഈ പ്രക്ഷോഭങ്ങൾക്ക് കാരണമായത്. ഓക്കെയാണോ? അപ്പൊ 1970 നമ്മുടെ ഇന്ത്യ രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും ഭക്ഷ്യക്ഷാമവും തൊഴിലില്ലായ്മയും ഒക്കെ നേരിട്ടു. എന്താണ് അതിന് കാരണം? ഗുജറാത്തില് മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള പ്രക്ഷോഭം അല്ലെ, സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടുന്നതിലേക്കും അതേപോലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെടുകയും പിന്നീട് JPയുടെ നേതൃത്വത്തിൽ ബീഹാറിൽ ഒരു പ്രക്ഷോഭ പരമ്പര ദേശീയ തലത്തിലും ഒക്കെ സ്വാധീനം ചെലുത്തി. ഇതൊക്കെ എന്ത് ചെയ്തു, നമ്മുടെ ഇന്ത്യ രാജ്യത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കും ഭക്ഷ്യക്ഷാമത്തിനും തൊഴിലില്ലായ്മയ്ക്കും ഇടവരുത്തുകയും അങ്ങനെ ഈ രാഷ്ട്രീയ പ്രതിസന്ധികൾക്കിടയിലാണ് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്കെതിരെ അലഹാബാദ് ഹൈക്കോടതിയിൽ നിലനിന്നിരുന്ന തെരഞ്ഞെടുപ്പ് കേസിൽ പ്രതികൂലമായിട്ട് എല്ലാം എഗെയിൻസ്റ്റ് ആണ് അല്ലെ. അന്ന് നമുക്കറിയാം 1977 നമ്മൾ നേരത്തെ പഠിച്ചില്ലടാ, 1977, 79 നമ്മുടെ മൊറാർജി ദേശായി ജനതാ ഗവൺമെന്റ് ആയിരുന്നു ഭരിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പൊ നമുക്കറിയാം ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ തറം പറ്റിക്കാൻ അവർ ശ്രമിക്കും അല്ലേ. അപ്പൊ അങ്ങനെ ഉണ്ടായ പ്രശ്നങ്ങളാണ് ഇതെല്ലാം. ആ സമയത്ത് മൊറാർജി ദേശായി ഗവൺമെന്റ് നമ്മുടെ ഇന്ദിരാഗാന്ധിക്കെതിരെ എന്ത് ചെയ്യാണ്, നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെ ഒരു കേസ് അലഹാബാദ് ഹൈക്കോടതിയിൽ നിലനിന്നിട്ടുണ്ടായിരുന്നു, തെരഞ്ഞെടുപ്പ് കേസുമായിട്ട് അല്ലേ. ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആ കേസില് ഇന്ദിരാഗാന്ധിക്ക് പ്രതികൂല വിധിയാണ്, അനുകൂലമായിട്ടല്ല വന്നത്. തെരഞ്ഞെടുപ്പ് റദ്ദു ചെയ്യപ്പെട്ടതും വിധിയെ തുടർന്ന് ഇന്ദിരാഗാന്ധിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം പ്രക്ഷോഭം ശക്തമാക്കുകയും സുപ്രീം കോടതി അലഹാബാദ് ഹൈക്കോടതിയുടെ വിധിക്ക് സ്റ്റേ അനുവദിച്ചുകൊണ്ട് പിന്നീട് തുടർന്ന് പ്രതിപക്ഷ പ്രക്ഷോഭങ്ങൾ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുകയും പിന്നീട് ആരോപിച്ച് കേന്ദ്ര സർക്കാർ ഭരണഘടനയുടെ അനുച്ഛേദം 352 പ്രകാരം രാജ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അപ്പൊ രാജ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? 352 പ്രകാരമാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് 352. ഇപ്പൊ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ആർട്ടിക്കിൾ 352 പ്രകാരവും സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് 356 പ്രകാരവും കേന്ദ്ര അടിയന്തരാവസ്ഥ ദേശീയ തലത്തില്, ഇത് സംസ്ഥാന തലത്തില്. പിന്നീട് സാമ്പത്തിക അടിയന്തര 3 തരം അടിയന്തരാവസ്ഥയാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്തുള്ളത്, 360 കേട്ടോ. ഇതും ഒക്കെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, പക്ഷെ ഇന്ന് വരെ ഇത് പ്രഖ്യാപിച്ചിട്ടില്ല കേട്ടോ. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടില്ല. ദേശീയ അടിയന്തരാവസ്ഥ ഭരണഘടനയുടെ ഫെഡറൽ വ്യവസ്ഥയെ ഇല്ലാതാക്കുകയും കേന്ദ്ര സർക്കാരിൽ അധികാരം കേന്ദ്രീകരിക്കുന്ന മൗലിക അവകാശങ്ങൾ മരവിപ്പിക്കുകയും
എന്ത് ചെയ്തു? കോടതിയുടെ നീതിന്യായ പുനരവലോകന അധികാരം ഇല്ലാതാക്കുകയും ചെയ്തു. കൂടാതെ എന്തൊക്കെ പ്രത്യാഘാതങ്ങളാണ്? അപ്പോൾ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ എന്തൊക്കെയായിരുന്നു? ഭരണഘടനയുടെ ഫെഡറൽ വ്യവസ്ഥിതിയെ ഇല്ലാതാക്കുകയും കേന്ദ്ര സർക്കാരിൽ അധികാരം കേന്ദ്രീകരിക്കുകയും മൗലിക അവകാശങ്ങൾ മരവിപ്പിക്കുകയും കോടതിയുടെ നീതിന്യായ പുനരവലോകന അധികാരം ഇല്ലാതാക്കുകയും ചെയ്തു. ഓക്കെ, അതേപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ വിചാരണ കൂടാതെ ജയിലിൽ അടച്ചു. പത്രങ്ങൾക്കും വാർത്തകൾക്കും സെൻസർഷിപ്പ് ഏർപ്പെടുത്തി. സാമ്പത്തിക നിയന്ത്രണം ഏർപ്പെടുത്തി. ഇതൊക്കെ അടിയന്തരാവസ്ഥ കാലത്ത് ഉണ്ടായതാണ് കേട്ടോ. പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ വിചാരണ കൂടാതെ, നമ്മൾ പറയാല്ലേ റൗലറ്റ് നിയമമൊക്കെ പഠിക്കാറില്ലേ, വിചാരണ കൂടാതെ അറസ്റ്റിലായേക്കുക, അതേപോലെ വിചാരണ കൂടാതെ അറസ്റ്റ്, ജയിലിലടച്ചു. പത്രങ്ങൾക്കും വാർത്തകൾക്കും സെൻസർഷിപ്പ് ഏർപ്പെടുത്തി. സാമ്പത്തിക നിയന്ത്രണം ഏർപ്പെടുത്തി. അങ്ങനെ കടുത്ത നിയന്ത്രണങ്ങൾക്കും അടിച്ചമർത്തലുകൾക്കിടയിലും അടിയന്തരാവസ്ഥയ്ക്ക് രാജ്യവ്യാപകമായി നിരവധി പ്രക്ഷോഭങ്ങൾ ഉയരുന്നു. അതിനെ തുടർന്ന് 77 മാർച്ചിൽ അടിയന്തരാവസ്ഥ പിൻവലിക്കുകയും 75 അടിയന്തരാവസ്ഥ കൊണ്ടുവന്നു. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് മക്കളെ, പഠിച്ചോളണം. 1975 അടിയന്തരാവസ്ഥ കൊണ്ടുവന്നു, പക്ഷെ പിൻവലിച്ചു. 1977 മാർച്ചിൽ അടിയന്തരാവസ്ഥ പിൻവലിക്കുകയും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്തു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു. കാരണം അടിയന്തരാവസ്ഥ കൊണ്ടുണ്ടാക്കിയ ഇന്ത്യയിൽ ഫലങ്ങൾ എന്തൊക്കെയാണ്? പിന്നെ എങ്ങനെ ഇവർ ജയിക്കോ? ഇല്ല. അങ്ങനെ കോൺഗ്രസ് പരാജയപ്പെടുകയും ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് രൂപീകരിക്കുകയും മൊറാർജി ദേശായി പ്രധാനമന്ത്രിയാവുകയും ചെയ്തു. 1977 ജനതാ പാർട്ടി അധികാരത്തിൽ വരുന്നത് മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ. അടിയന്തരാവസ്ഥ കാലത്തുണ്ടായ സംഭവ വികാസങ്ങൾ, ജനാധിപത്യം സംരക്ഷിക്കുന്നതിൽ പൗരസമൂഹത്തിന്റെ ജാഗ്രത, മാധ്യമങ്ങളുടെ ഇടപെടൽ, പൗരാവകാശങ്ങൾ എന്നിവയുടെ പ്രാധാന്യം വ്യക്തമാക്കി തന്നു. അങ്ങനെ അടിയന്തരാവസ്ഥ സൃഷ്ടിച്ച പ്രതിസന്ധികളെ ജനാധിപത്യ മാർഗത്തിലൂടെ ഇന്ത്യൻ ജനത മറികടക്കുകയും ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശക്തിയും പ്രാധാന്യവും വ്യക്തമാക്കുകയും ജനാധിപത്യത്തെ ഹനിക്കുന്ന അടിയന്തരാവസ്ഥ പോലുള്ള സാഹചര്യങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള ജാഗ്രത സൃഷ്ടിക്കുന്നതിന് ഈ അനുഭവം, അതായത് അന്നത്തെ അവസ്ഥ അത്രയും രൂക്ഷമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും നമ്മുടെ രാജ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കരുതേ എന്നൊരു ഇതാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഈ അടിയന്തരാവസ്ഥ നോക്കൂ, യുദ്ധം, ബാഹ്യാക്രമണം, സായുധ കലാപം എന്നിവയാൽ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഗുരുതരമായ ഭീഷണി നേരിടുന്ന സാഹചര്യങ്ങളിൽ നടപടികൾ സ്വീകരിക്കാൻ അടിയന്തരാവസ്ഥ സർക്കാരിന് അധികാരം നൽകുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ ഭരണഘടനയുടെ അനുച്ഛേദം 352 പ്രകാരം രാഷ്ട്രപതി പ്രഖ്യാപിക്കുന്ന നിയന്ത്രണങ്ങളാണ് അടിയന്തരാവസ്ഥ. രാഷ്ട്രപതിയാണ് അടിയന്തരാവസ്ഥയുടെ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിക്കുന്നത് ആർട്ടിക്കിൾ 352 പ്രകാരം. പൊതുജന അഭിപ്രായം രൂപീകരിക്കുന്നതിലും പൗരന്മാർക്ക് ജനാധിപത്യ വിദ്യാഭ്യാസം നൽകുന്നതിലും രാഷ്ട്രീയ പാർട്ടികൾക്കൊപ്പം മറ്റു ചില സാമൂഹ്യ പ്രസ്ഥാനങ്ങളും താൽപര്യ ഗ്രൂപ്പുകളും സുപ്രധാന പങ്കുവച്ചിട്ടുണ്ട്. നോക്കാം. ജനകീയ പ്രസ്ഥാനങ്ങളും എങ്ങനെയാണ് ഇന്ത്യൻ ജനാധിപത്യവും നമ്മൾ നോക്കാം. ജനാധിപത്യ ഇന്ത്യയിൽ വിവിധ ജനവിഭാഗങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിനും അധികാരത്തിൽ പ്രാതിനിധ്യം ലഭിക്കുന്നതിനുമായി നിരവധി പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ടു. 1970 ശേഷമാണ് ദളിതർ, സ്ത്രീകൾ, കർഷകർ തുടങ്ങിയ സാമൂഹ്യ വിഭാഗങ്ങൾക്കിടയിൽ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ തങ്ങളുടെ പ്രശ്നങ്ങളെയും ആവശ്യങ്ങളെയും വേണ്ട രീതിയിൽ പരിഗണിക്കുന്നതിനുള്ള ബോധം ശക്തമാക്കണം. ഏത് രാഷ്ട്രീയ പാർട്ടി വന്നിട്ടും കാര്യമൊന്നുമില്ല അല്ലെ. ദളിതർക്കോ സ്ത്രീകൾക്കോ കർഷകർക്കോ വേണ്ടി ഒരു കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അങ്ങനെ ഈ ആവശ്യങ്ങളെ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നതിനുള്ള ബോധം ഇവർക്ക് എന്ത് ചെയ്തു, വന്നു തുടങ്ങി. ഈ വിഭാഗങ്ങൾ ഇതിനെതിരായി അവരുടേതായ പ്രസ്ഥാനങ്ങൾ രൂപീകരിക്കുകയും പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തിട്ട് അങ്ങനെയാണ് ഇന്ന് നമ്മുടെ ഓരോ രാജ്യങ്ങളായാലും സംസ്ഥാനങ്ങളാണെങ്കിലും ഓരോ പ്രസ്ഥാനങ്ങളും സംഘടനകൾക്കും ഒക്കെ ഉയർന്നു വരുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് ഏത് രാഷ്ട്രീയ കക്ഷി വന്നാലും ആ വിഭാഗങ്ങൾക്ക് എന്ത് ചെയ്യില്ല, പ്രാതിനിധ്യം കൊടുക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് അവർ അവരുടേതായിട്ടുള്ള സംഘടനകൾ രൂപീകരിച്ചിട്ട് എന്ത് ചെയ്യുന്നത്, അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. അങ്ങനെ പിന്നോക്ക വിഭാഗ പ്രസ്ഥാനങ്ങളും മണ്ഡൽ കമ്മീഷനും വെരി ഇമ്പോർട്ടന്റ് ആണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ ഉൾപ്പെടാത്തതും സാമൂഹികവും വിദ്യാഭ്യാസപരവും പിന്നോക്കം നിൽക്കുന്നതുമായ ജനവിഭാഗമാണ് ഇതര പിന്നാക്ക വിഭാഗങ്ങൾ. അതർ ബാക്ക്വേർഡ് ക്ലാസസ്, OBC നമ്മളിപ്പോ പറയാറുണ്ട്, OBC എന്ന് പറയാറുണ്ട്, അതർ ബാക്ക്വേർഡ് ക്ലാസസ് അല്ലെ. എന്താണ് ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ ഉൾപ്പെടില്ല. SC വിഭാഗങ്ങളിൽ ഈ വിഭാഗം ഉൾപ്പെടില്ല. സാമൂഹികവുമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗമാണ് OBC എന്ന് പറയുന്നത്. ഇനി ഈ വിഭാഗങ്ങളുടെ സർക്കാർ ഉദ്യോഗങ്ങളിലെ പ്രാതിനിധ്യത്തിനും വിദ്യാഭ്യാസ പുരോഗതിക്കുമായി നിരവധി പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും ഉയർന്നു വരികയുണ്ടായി. പിന്നോക്ക വിഭാഗങ്ങളുടെ സാമൂഹിക, അതായത് OBC വിഭാഗത്തിന്റെ സാമൂഹ്യ പിന്നോക്കാവസ്ഥകളുടെ കാരണങ്ങളെ കുറിച്ച് പഠിക്കാനും പരിഹാര നിർദ്ദേശത്തിനുമായിട്ടാണ് 1953 കേന്ദ്ര സർക്കാർ ഏതാണ് ഒരു കമ്മീഷനെ നിയമിക്കുന്നു. ഇത് കാക്ക കലേക്കർ കമ്മീഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. കാക്ക കലേക്കർ കമ്മീഷൻ
കാക്ക കലേക്കർ കമ്മീഷൻ 1953 കേന്ദ്ര സർക്കാർ നിയമിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? OBC വിഭാഗങ്ങളുടെ സാമൂഹ്യ പിന്നോക്കാവസ്ഥയിലുള്ള കാരണങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് കാക്ക കലേക്കർ കമ്മീഷൻ. കമ്മീഷൻ ചില നിർദ്ദേശങ്ങൾ സമർപ്പിച്ചുവെങ്കിലും അവ നടപ്പിലാക്കപ്പെട്ടില്ല. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നിലവിൽ വന്ന ജനതാ ഗവൺമെന്റ് OBC വിഭാഗങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസവും പിന്നോക്കാവസ്ഥയെ കുറിച്ച് പഠിച്ച പരിഹാരം നിർദ്ദേശിക്കാനായിട്ട് 1979 OBC വിഭാഗങ്ങളുടെ സാമൂഹ്യ വിദ്യാഭ്യാസം പിന്നോക്കാവസ്ഥയെ കുറിച്ച് പഠിക്കാൻ പരിഹാരം നിർദ്ദേശിക്കാനായിട്ട് 1979 BP മണ്ഡൽ കമ്മീഷനെ അധ്യക്ഷനായിട്ട് ഒരു കമ്മീഷൻ നിയമിച്ചിട്ട് ഇത് രണ്ടാം പിന്നാക്ക വിഭാഗ കമ്മീഷൻ എന്നും മണ്ഡൽ കമ്മീഷൻ അറിയപ്പെടുന്നു. അപ്പൊ രണ്ടാം പിന്നാക്ക വിഭാഗ കമ്മീഷൻ, സെക്കൻഡ് ബാക്ക്വേർഡ് ക്ലാസസ് കമ്മീഷൻ എന്നറിയപ്പെടുന്നത് മണ്ഡൽ കമ്മീഷൻ എന്നാണ്. അപ്പൊ 1953 എന്ത് ചെയ്യുന്നത്? അന്നത്തെ കേന്ദ്ര ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? 53 കേന്ദ്ര സർക്കാർ ഒരു കമ്മീഷനെ നിയമിച്ചു. 53 എന്ന് പറയുമ്പോൾ INC ഗവൺമെന്റ് ആണ്. കാക്ക കലേക്കർ കമ്മീഷൻ, കാക്ക കലേക്കർ കമ്മീഷൻ. പക്ഷെ ഇവർക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല. OBC വിഭാഗത്തിന് വേണ്ടിയിട്ട് കമ്മീഷനൊക്കെ വന്നുവെങ്കിലും അവിടെ ഇതില് അതായത് നിർദ്ദേശം കമ്മീഷൻ എന്ത് ചെയ്യണം? റിപ്പോർട്ട് സമർപ്പിക്കണം. റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ട് ഈ കമ്മീഷന് കഴിഞ്ഞില്ല. പക്ഷെ 1979 നമ്മുടെ ജനതാ ഗവൺമെന്റ് അല്ലെ, അന്ന് മൊറാർജി ദേശായി ആയിരുന്നു, അവരുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഒരു മണ്ഡൽ കമ്മീഷനെ നിയമിച്ചു. അവരെന്ത് ചെയ്തു? നല്ല രീതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ഈ മണ്ഡൽ കമ്മീഷനെയാണ് രണ്ടാം പിന്നാക്ക വിഭാഗ കമ്മീഷൻ എന്ന് അറിയപ്പെടുന്നത്. സർക്കാർ ഉദ്യോഗങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പിന്നോക്ക വിഭാഗങ്ങൾക്ക് 27% കേട്ടോ. അതൊക്കെ ചോദ്യങ്ങൾ വരും. 27% സംവരണമാണ് ആര് നിർദ്ദേശിച്ചത്? മണ്ഡൽ കമ്മീഷൻ നിർദ്ദേശിച്ചത് കേട്ടോ. കൊടുള്ള റിപ്പോർട്ട് 1980 കമ്മീഷൻ കേന്ദ്ര സർക്കാർ സമർപ്പിച്ചു. പക്ഷെ കാക്ക കലേക്കർ കമ്മീഷൻ എന്ത് ചെയ്തിട്ടില്ല? ഈ റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ട് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് രണ്ടാം കമ്മീഷൻ എന്നറിയപ്പെടുന്ന മണ്ഡൽ കമ്മീഷൻ വരികയും OBC വിഭാഗത്തിന് 27% വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഗവൺമെന്റ് ഉദ്യോഗങ്ങളിലും ഒക്കെ സംവരണം ഏർപ്പെടുത്തിയത്. അങ്ങനെ 80 കമ്മീഷൻ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചു. അങ്ങനെ VP സിംഗിന്റെ നേതൃത്വത്തിലുള്ള ദേശീയ മുന്നണി 1990 ഈ റിപ്പോർട്ട് നടപ്പിലാക്കാനായിട്ട് തീരുമാനിച്ചു. VP സിംഗ് കേട്ടോ. ഈ തീരുമാനം ഉത്തരേന്ത്യയിലെ പല നഗരങ്ങളിലും പ്രക്ഷോഭങ്ങൾക്കും അക്രമാസക്തമായ പ്രതിഷേധങ്ങൾക്കും കാരണമായി. എന്നാൽ പിൽക്കാലത്ത് റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിന് സുപ്രീം കോടതി അനുമതി നൽകി. ഇന്ന് രാജ്യത്തെ എല്ലാ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും OBC സംവരണത്തെ അംഗീകരിക്കുന്നുണ്ട്. ജനസംഖ്യയുടെ പകുതിയോളം വരുന്ന പിന്നാക്ക വിഭാഗങ്ങളിലെ ക്ഷേമം ഉറപ്പുവരുത്താൻ സാധിച്ചു എന്ന നിലയിൽ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിന് ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. OBC വിഭാഗമാണ് മണ്ഡൽ കമ്മീഷൻ എന്ന് പഠിക്കുക. മണ്ഡൽ കമ്മീഷന്റെ രൂപീകരണം മുതൽ റിപ്പോർട്ട് നടപ്പിലാക്കുന്നവരെയുള്ള കാലഘട്ടത്തിൽ പിന്നോക്ക വിഭാഗങ്ങൾക്ക് പ്രാമുഖ്യമുള്ള നിരവധി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സാമൂഹ്യ പ്രസ്ഥാനങ്ങളും ഒക്കെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. ജനതാദൾ നിന്ന് രൂപപ്പെട്ട മറ്റു പാർട്ടികളൊക്കെ ഇതിന് ഉദാഹരണമാണ്. നോക്കാം. BP മണ്ഡൽ ബീഹാറിൽ നിന്നുള്ള സോഷ്യലിസ്റ്റ് നേതാവായിരുന്ന രണ്ടാം പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ അധ്യക്ഷനായിരുന്നു BP മണ്ഡൽ. ബീഹാറിൽ നിന്നുള്ള ആളായിരുന്നു, ഒരു സോഷ്യലിസ്റ്റ് നേതാവായിരുന്നു. രണ്ടാം പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ അധ്യക്ഷനായിട്ടുള്ള മണ്ഡൽ കമ്മീഷൻ 1960, 67, 70, 77, 79 കാലഘട്ടങ്ങളിൽ അദ്ദേഹം പാർലമെന്റ് അംഗമാകുകയും 68 1.5 മാസത്തോളം ബീഹാർ മുഖ്യമന്ത്രിയാവുകയും ചുമതലയേറ്റിട്ടുണ്ട്. 77 ജനതാ പാർട്ടിയുടെ അംഗത്വം സ്വീകരിക്കുന്നത് കേട്ടോ. ഇനി അങ്ങനെ ഇപ്പൊ നമ്മള് മറ്റേ OBC വിഭാഗത്തിന്റെ പഠിച്ചു. ഇനി അങ്ങനെ ദളിതര് എന്ത് ചെയ്തു? അവർക്കൊന്നും ഒരു രാഷ്ട്രീയ കക്ഷി ഉണ്ടാക്കുന്നില്ല. അവർക്ക് ദളിതര് ഓരോരോ പ്രസ്ഥാനങ്ങളും സംഘടനകളും കൊണ്ടുവന്നു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ദളിത് വിഭാഗങ്ങൾ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്നും അകറ്റി നിർത്തപ്പെടുകയാണെന്നും അർഹതപ്പെട്ട അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയുമാണെന്നുള്ള വികാരത്തിൽ നിന്നുമാണ് ദളിത് പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നത്. വിദ്യാഭ്യാസം, തൊഴിൽ എന്നീ മേഖലകളിൽ ഭരണഘടന ദളിത് വിഭാഗത്തിന് സംവരണം ഉറപ്പാക്കുന്നുണ്ട് എങ്കിലും അവർക്ക് സാമൂഹ്യ പ്രാധാന്യമുള്ള മേഖലകളിലും മുഖ്യധാര രാഷ്ട്രീയത്തിലും ഭരണതലത്തിലും അർഹമായ സ്ഥാനം ലഭിക്കാത്ത സാഹചര്യം നിലനിന്നിട്ടുണ്ട്. വിദ്യാഭ്യാസം, തൊഴിൽ എന്നീ മേഖലകളിലെ പിന്നോക്കാവസ്ഥ, സാമൂഹ്യവും സാമ്പത്തികമായ അസമത്വം, സ്വന്തമായി ഭൂമിയില്ലാത്ത അവസ്ഥ തുടങ്ങിയ പ്രശ്നങ്ങൾ ദളിത് ജനത അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ്. ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കറുടെ ആശയങ്ങളാൽ പ്രചോദിതരായ ദളിത് വിഭാഗങ്ങൾ സംഘടിക്കുകയും പ്രസ്ഥാനങ്ങൾ രൂപീകരിക്കുകയും ചെയ്തു. ഇത്തരം പ്രസ്ഥാനങ്ങൾ പ്രധാനപ്പെട്ടതായിരുന്നു ദളിത് പാന്തേഴ്സ് പ്രസ്ഥാനം. അങ്ങനെ ദളിത് സമൂഹത്തിന് വേണ്ടിയിട്ട് അംബേദ്കർ ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അങ്ങനെ അതിന്റെയൊക്കെ ഭാഗമായിട്ട് രൂപീകൃതമായ ഒരു പ്രസ്ഥാനമായിരുന്നു ദളിത് പാന്തേഴ്സ് പ്രസ്ഥാനം. ദളിത് പാന്തേഴ്സ് പ്രസ്ഥാനം നമുക്ക് നോക്കാം. 1972 മഹാരാഷ്ട്രയിലാണ് ദളിത് പാന്തേഴ്സ് പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ടത്.
നഗരമേഖലയിലെ അഭ്യസ്തവിദ്യരായ, ഇവിടെ ശ്രദ്ധിക്കണം, സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ ഗ്രാമമായിരിക്കും. ശ്രദ്ധിക്കുക, നഗരമേഖലയിലെ അഭ്യസ്തവിദ്യരായ ദളിത് ചെറുപ്പക്കാരായിരുന്നു പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് കേട്ടോ. നഗരമേഖലയിലെ അഭ്യസ്തവിദ്യരായ ദളിത് ചെറുപ്പക്കാരായിരുന്നു പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. പിന്നോക്ക വിഭാഗങ്ങൾക്ക് സാമൂഹ്യനീതി, തുല്യത, ജാതി ഉന്മൂലനം തുടങ്ങിയ അംബേദ്കറുടെ ആശയങ്ങൾ ദളിത് പാന്തേഴ്സ് പ്രസ്ഥാനത്തെ സ്വാധീനിച്ചു. അപ്പൊ ദളിത് പാന്തേഴ്സ് പ്രസ്ഥാനത്തെ സ്വാധീനിച്ചത് ആരുടെയാണ്? അംബേദ്കറുടേതാണ് കേട്ടോ. ജാതി വിവേചനങ്ങൾക്കെതിരെ അക്രമോത്സുകമായ ചെറുത്തുനിൽപ്പുകൾ, പോലീസിന്റെ അന്യായമായ നടപടികൾക്കെതിരെ വലിയ പങ്കാളിത്തത്തോടെയുള്ള പ്രക്ഷോഭങ്ങൾ, സാഹിത്യ സാംസ്കാരിക പരിപാടികൾ, മറ്റു സാമൂഹ്യനീതി പ്രസ്ഥാനങ്ങളുമായി ചേർന്ന് വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ തുടങ്ങിയവ ഇവർ സംഘടിപ്പിച്ചു. അങ്ങനെ തൊട്ടുകൂടാത്തവരായി കരുതി മാറ്റി നിർത്തപ്പെട്ടവരുടെ ജീവിതം, സാഹിത്യം, സിനിമ, നാടകം തുടങ്ങിയവയിൽ പ്രമേയമാക്കുന്നതിനും ദളിതർക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ ഭരണകൂടത്തെ പ്രേരിപ്പിക്കുന്നതിനും ദളിത് പാന്തേഴ്സ് പ്രസ്ഥാനത്തിന് കഴിഞ്ഞു. ദളിത് വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി രൂപീകരിക്കപ്പെട്ട മറ്റൊരു പ്രസ്ഥാനമായിരുന്നു 1978 രൂപീകരിക്കപ്പെട്ട ബാക്ക്വേർഡ് ആൻഡ് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് എംപ്ലോയീസ് ഫെഡറേഷൻ, BAM. ബാംസഫ് പഠിക്കണേ കേട്ടോ. 1978 72 ദളിത് പാന്തേഴ്സ് പ്രസ്ഥാനം, 78 ബാംസഫ്, അതായത് ബാക്ക്വേർഡ് ആൻഡ് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് എംപ്ലോയീസ് ഫെഡറേഷൻ. ഇത് കേവലം ഉദ്യോഗസ്ഥരുടെ താല്പര്യ സംരക്ഷണാർത്ഥം മാത്രം രൂപീകരിക്കപ്പെട്ട സംഘടന ആയിരുന്നില്ല, മറിച്ച് പട്ടികജാതി, പട്ടികവർഗ വിഭാഗങ്ങൾ, മറ്റു പിന്നോക്ക വിഭാഗങ്ങൾ, ന്യൂനപക്ഷങ്ങൾ എന്നിവർക്കായിട്ട് രാഷ്ട്രീയ അധികാരം ലഭിക്കുന്നതിനായിട്ടും ഈ സംഘടന നിലകൊണ്ടു. അപ്പോൾ ദളിത് പാന്തേഴ്സ് പ്രസ്ഥാനം ദളിതർക്ക്, നഗരമേഖലയിലെ അഭ്യസ്തവിദ്യരായിട്ടുള്ള ദളിത് ചെറുപ്പക്കാർക്കാണെങ്കിൽ ബാംസഫ് എന്തായിരുന്നു? പട്ടികജാതി, പട്ടികവർഗ വിഭാഗങ്ങൾ, പിന്നോക്ക വിഭാഗങ്ങൾ, ന്യൂനപക്ഷ വിഭാഗങ്ങൾ എന്നിവർക്ക് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ഈ സംഘടനയിൽ നിന്നാണ് ദളിത് ശോഷിത് സമാജ് സംഘർഷ സമിതിയും കാൻഷിറാമിന്റെ, ശ്രദ്ധിക്കണേ, കാൻഷിറാമിന്റെ നേതൃത്വത്തിൽ ബഹുജൻ സമാജ് പാർട്ടി BSP രൂപം കൊണ്ടത്. കാൻഷിമാർ പഠിക്കണേ. ഉത്തർപ്രദേശ്, ഹരിയാന, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിൽ ദളിതരുടെ പിന്തുണയോടെ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാക്കാൻ BSPക്ക് സാധിച്ചു. കാരണം മുന്നണികൾ ഇങ്ങനെ ഓരോന്നോരോന്നായി വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അങ്ങനെ സ്ത്രീ മുന്നേറ്റങ്ങൾ, അടുത്തത് നമ്മൾ നേരത്തെ ദളിതരുടെ മുന്നേറ്റം പഠിച്ചു. ഓരോരോ സമുദായങ്ങൾ ഇങ്ങനെ മുന്നോട്ട് വരികയാണ് അല്ലെ. ഇനി സ്ത്രീ മുന്നേറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു? ലിംഗസമത്വം, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം, തൊഴിൽ, സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിൽ ആനുപാതിക പ്രാതിനിധ്യം തുടങ്ങിയവ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനമാണ് സ്ത്രീകളുടെ അവകാശ പ്രസ്ഥാനങ്ങൾ. ഗാർഹിക പീഡനം, അവകാശ നിഷേധം, അടിച്ചമർത്തലുകൾ, ലൈംഗിക അക്രമം, പുരുഷ മേധാവിത്വം ഇവയെല്ലാം സ്ത്രീ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളാണ്. ഇന്നും ഇത് വലിയ മാറ്റമൊന്നുമില്ല. ഇത്തരം വിഷയങ്ങൾക്ക് പരിഹാരം നേടുന്നതിനായിട്ട് രാജ്യത്തെ നിരവധി പ്രസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ സ്ത്രീ മുന്നേറ്റത്തിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് എന്തൊക്കെ നോക്കിക്കേ. ചാരായ വിരുദ്ധ പ്രസ്ഥാനം, ആന്റി അറാക്ട് മൂവ്മെന്റ്. 1990കളിൽ ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ ജില്ലയിലെ ഉയർന്നു വന്ന സ്ത്രീ മുന്നേറ്റ പ്രസ്ഥാനമാണ് ചാരായ വിരുദ്ധ പ്രസ്ഥാനം. ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ ജില്ലയിൽ കേട്ടോ. അതൊരു സ്ത്രീ മുന്നേറ്റ പ്രസ്ഥാനമാണ്. ആയിരക്കണക്കിന് സ്ത്രീകൾ അണിചേർന്ന ഈ പ്രസ്ഥാനം പിന്നീട് സംസ്ഥാനമാകെ വ്യാപിച്ചു. പ്രാദേശികമായി നിർമ്മിച്ച് വിതരണം ചെയ്തിരുന്ന ലഹരി പാനീയമായിരുന്നു ചാരായം. ലഹരിയുടെ ചാരായം നിരോധിച്ച ആന്റണിയാണ് അല്ലെ. ലഹരിയുടെ വ്യാപകമായ ഉപയോഗം സമൂഹത്തിൽ അന്തർശിതരം സൃഷ്ടിക്കുകയും യുവാക്കളുടെ മാനസിക ശാരീരിക നില തകരാറിലാക്കുകയും ചെയ്തു. ഇത് ഗ്രാമത്തിന്റെ സാമ്പത്തിക അടിത്തറ തകർക്കുന്നതിനും ഗാർഹിക പീഡനം, സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ, ദാരിദ്ര്യം തുടങ്ങിയവയ്ക്കും കാരണമായി. സ്ത്രീകൾ നേരിടുന്ന എന്താണ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ എന്താണ് യുവാക്കളുടെയൊക്കെ മാനസിക ശാരീരിക നില തകരാറിലാകും. അപ്പൊ സ്ത്രീകൾക്കായിരിക്കും അതിന്റെ ഭവിഷ്യത്ത് മുഴുവൻ അനുഭവിക്കുക അല്ലെ. അപ്പൊ അവരുടെ കുടുംബം ഒക്കെ എന്ത് ചെയ്യും? തകർക്കപ്പെടും. ഗാർഹിക പീഡനം ഉണ്ടാകും. സ്ത്രീകൾക്കെതിരായിട്ട് അതിക്രമങ്ങൾ നടക്കും. ദാരിദ്ര്യം തുടങ്ങിയവയൊക്കെ കാരണമായി സ്ത്രീകൾ നേരിടുന്ന ലൈംഗിക അതിക്രമം, പൊതുയിടങ്ങളിലെ അതിക്രമം, ലിംഗവിവേചനം തുടങ്ങിയ നിരവധി പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്ന പ്രക്ഷോഭമായിട്ട് ചാരായ വിരുദ്ധ പ്രസ്ഥാനം പിന്നീട് വളർന്നു. ഇത് സമൂഹത്തിലെ ലഹരിക്കെതിരെയും സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കെതിരെയും സാമൂഹിക അവബോധം സൃഷ്ടിക്കുന്നതിന് സഹായിച്ചു. നോക്കൂ, ഇവിടെ ടീച്ചറും കുട്ടിയും തമ്മിലുള്ള ഇതാണ്. ടീച്ചർ ലഹരി ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്. അപ്പൊ ടീച്ചർ പറയുന്നുണ്ട്, ലഹരി വലിയൊരു വിപത്താണ്. കാഴ്ച, കേൾവി വൈകല്യങ്ങൾ, ശാരീരിക പ്രവർത്തനങ്ങളുടെ ഏകോപനമില്ലായ്മ, ദുർഗന്ധമുള്ള ശ്വാസം, മന്ദത തുടങ്ങിയവ ലഹരിയുടെ ഹ്രസ്വകാല, അതായത് ചെറിയ ചെറിയ ഫലങ്ങൾ ഉണ്ടാകും. പിന്നീട് കൂടാതെ ശാരീരിക മാനസിക പ്രശ്നങ്ങൾ, അനാരോഗ്യം, പ്രതിരോധശേഷി കുറവ് തുടങ്ങിയവ ദീർഘകാല ഫലങ്ങളും ലഹരി ഉണ്ടാകും. അമിതമായ ലഹരി ഉപയോഗം മരണത്തിലേക്ക് നയിക്കും. സുരക്ഷിതമല്ലാത്ത ലഹരി ഉപയോഗം എയ്ഡ്സ്, STD തുടങ്ങിയവയ്ക്കും കാരണമാകും. STD സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്, അതായത് നമ്മൾ പറയാറില്ലേ ലൈംഗിക അവയവ രോഗങ്ങളൊക്കെ വരാം. എയ്ഡ്സിന് പുറമെ അതൊക്കെ വരും. ഇനി നിർഭയ പ്രസ്ഥാനം വന്നു.
ദളിത് ബാന്ധവ പ്രസ്ഥാനം നമ്മൾ പഠിച്ചു, ചാരായ വിരുദ്ധ പ്രസ്ഥാനം പഠിച്ചു, പിന്നെ സ്ത്രീകളുടെ മുന്നേറ്റങ്ങളുടെ ഭാഗമായിട്ട് നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി വന്നു. ഇനി നിർഭയ പ്രസ്ഥാനമാണ്. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ ഡൽഹിയിൽ രൂപപ്പെട്ട ബഹുജന മുന്നേറ്റമാണ്. ഡൽഹിയിലാണ് കേട്ടോ, ഡൽഹിയിലാണ്. ഈ അടുത്ത ഒരു എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ, നിർഭയ മൂവ്മെന്റ് ഡൽഹിയിലാണ്. 2012 കേട്ടോ, 2012 ഡൽഹി നഗരത്തിൽ വെച്ച് ഒരു പെൺകുട്ടി ലൈംഗിക അതിക്രമത്തിന് ഇരയായി കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഈ സംഭവം രാജ്യവ്യാപകമായി വലിയ പ്രക്ഷോഭങ്ങൾക്ക് ഇടയാക്കി. ഈ പ്രക്ഷോഭമാണ് നിർഭയ പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിലേക്ക് കാരണമായത്. സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുക, അത്തരം കേസുകളിൽ നിയമ നടപടികൾ വേഗത്തിലാക്കുക, മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കുക തുടങ്ങിയവയായിരുന്നു നിർഭയ പ്രസ്ഥാനം ഉയർത്തിയ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ. ഇന്ത്യൻ ക്രിമിനൽ നിയമ ഭേദഗതി നിയമം 2013 നിർഭയ നിയമം ലൈംഗിക അതിക്രമ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനായിട്ടുള്ള അതിവേഗ കോടതികൾ, ഫാസ്റ്റ് ട്രാക്ക് കോർട്ട്സ് എന്നിവ നിർഭയ പ്രക്ഷോഭത്തെ തുടർന്ന് നിലവിൽ. അപ്പൊ ഫാസ്റ്റ് ട്രാക്ക് കോടതികളൊക്കെ നിലവിൽ വരാൻ കാരണമായിട്ടുള്ള ഒരു പ്രസ്ഥാനമായിരുന്നു ഇത് നിർഭയ പ്രസ്ഥാനം. കാരണം ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നോർമലായിട്ടുള്ള കോടതികളിലൊന്നും ഇത് കേസ് വാദിച്ച് പെട്ടെന്നൊന്നും തീരുമാനങ്ങൾ എടുക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ പെട്ടെന്ന് തീരുമാനങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ നിലവിൽ വന്നത് കേട്ടോ, 2013 കേട്ടോ. 2013 ഇന്ത്യൻ ക്രിമിനൽ നിയമ ഭേദഗതി നിയമം 2013 ലൈംഗിക അതിക്രമ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള അതിവേഗ കോടതികൾ വന്നത്. നിർഭയ പ്രസ്ഥാനം 2012 ഡൽഹിയിലാണ് രൂപം കൊണ്ടത്. ഇനി മത്സ്യത്തൊഴിലാളികളുടെ മുന്നേറ്റം എങ്ങനെയായിരുന്നു? നാഷണൽ ഫിഷ് വർക്കേഴ്സ് ഫോറം NFF, ദേശീയ മത്സ്യത്തൊഴിലാളി സംഘടനയുടെ ലോഗോ ആണ് ഇത് കേട്ടോ. ലോകത്തിലെ രണ്ടാമത്തെ വലിയ മത്സ്യബന്ധന സമൂഹമാണ് ഇന്ത്യയിലെ മത്സ്യത്തൊഴിലാളികൾ. ലോകത്തിലെ തന്നെ രണ്ടാമത്തെ വലിയ മത്സ്യബന്ധന സമൂഹമാണ് ഇന്ത്യയിലെ മത്സ്യത്തൊഴിലാളികൾ. കിഴക്കും പടിഞ്ഞാറും തീരപ്രദേശങ്ങളിൽ വസിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങളുടെ ഉപജീവന മാർഗം മത്സ്യബന്ധനമാണ്. മത്സ്യബന്ധന തൊഴിലാളികൾ ഉപജീവനവുമായി ബന്ധപ്പെട്ട് നേരിടുന്ന പ്രശ്നങ്ങളുടെ പരിഹാരത്തിനായിട്ട് നിരവധി മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1980കളുടെ മധ്യത്തോടെ നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക നയങ്ങളിൽ വന്ന മാറ്റം മത്സ്യബന്ധന രംഗത്തെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. പ്രധാനമായും ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരായിട്ടായിരുന്നു പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടത്. ദേശീയ മത്സ്യബന്ധന തൊഴിലാളി സംഘടന നാഷണൽ ഫിഷ് വർക്കേഴ്സ് ഫോറം NFF, ലോഗോ പഠിക്കണേ, NFF ആണ് കേട്ടോ. കാരണം ഒരു മത്സ്യത്തിന്റെ ചിഹ്നത്തിൽ കണ്ടോ, മത്സ്യത്തിന്റെ ഇതിലാണ് എന്ന സംഘടനയുടെ നേതൃത്വത്തിലായിരുന്നു പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടത്. വിവിധ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന പരമ്പരാഗത മത്സ്യബന്ധന തൊഴിലാളികളുടെ കൂട്ടായ്മകളെ ഏകോപിപ്പിച്ച് അവരുടെ അവകാശ സംരക്ഷണത്തിനായിട്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണിത്. ഇന്ത്യയുടെ കടൽ പ്രദേശം വിവിധ കമ്പനികൾക്ക് മത്സ്യബന്ധനത്തിനായിട്ട് അനുവദിക്കപ്പെട്ടത്, വിദേശ കമ്പനികൾക്ക് ഇന്ത്യൻ തീരത്ത് മത്സ്യബന്ധനത്തിന് ട്രോളിംഗ് ലൈസൻസ് അനുവദിച്ചത് തുടങ്ങിയ പ്രശ്നങ്ങൾ പരമ്പരാഗത മത്സ്യബന്ധന മേഖലയെ തകർക്കുന്നതാണെന്ന് ചൂണ്ടിക്കാണിച്ചിട്ടായിരുന്നു നിയമ പോരാട്ടങ്ങളും പ്രത്യക്ഷ സമരങ്ങളും അരങ്ങേറിയത്. കടലോര പരിസ്ഥിതി സംരക്ഷണവും ഈ സംഘടനയുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. കേരളത്തിന്റെ മത്സ്യബന്ധന തൊഴിലാളികളാണ് NFFന്റെ നേതൃത്വത്തിൽ തൊഴിലാളികളെ സംഘടിപ്പിച്ച് അവകാശ പോരാട്ടം ശക്തമാക്കിയത്. മത്സ്യബന്ധന തൊഴിലാളികളുടെ സംഘടനാ ബോധം ഉണർന്നത് ജനാധിപത്യ സംവിധാനങ്ങളിൽ അവരുടെ പങ്കാളിത്തം വർദ്ധിക്കാൻ സഹായമായിട്ടുണ്ട്. ഇനി അങ്ങനെ അത് കഴിഞ്ഞു പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ വന്നു. അശാസ്ത്രീയമായ വികസനം സൃഷ്ടിക്കുന്ന പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് അതുമൂലമുണ്ടാകുന്ന സാമൂഹ്യ നീതി നിഷേധത്തിനും എതിരായിട്ടാണ് പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നത്. വൻകിട ജലസേചന പദ്ധതികൾ, വ്യവസായങ്ങൾ, ഖനനം, വനനശീകരണം തുടങ്ങിയവ ഉണ്ടാക്കുന്ന പാരിസ്ഥിതിക സാമൂഹ്യ പ്രശ്നങ്ങളെയാണ് ഈ പ്രസ്ഥാനങ്ങൾ പ്രധാനമായും അഭിസംബോധന ചെയ്യുന്നത്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടായിരുന്നു പാരിസ്ഥിതിക പ്രസ്ഥാനങ്ങൾ വരാൻ കാരണം? വൻകിട ജലസേചന പദ്ധതികളും വ്യവസായങ്ങളും ഖനനം, വനനശീകരണം തുടങ്ങിയവ ഉണ്ടാക്കുന്ന അതേപോലെ പരിസ്ഥിതി പ്രശ്നങ്ങളെയൊക്കെ എതിർക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പരിസ്ഥിതി പ്രസ്ഥാനങ്ങളൊക്കെ വന്നത്. പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണം, ജൈവ വൈവിധ്യങ്ങളുടെ സംരക്ഷണം, പരിസ്ഥിതി നയ രൂപീകരണം, പാരിസ്ഥിതിക അവബോധം വളർത്തൽ, സുസ്ഥിര വികസനം തുടങ്ങിയ നിരവധി വിഷയങ്ങളിൽ പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ ഇടപെടാൻ സാധിച്ചിട്ടുണ്ട്. ഏതിലൊക്കെയാണ്? ഒന്ന്, ജൈവ വൈവിധ്യങ്ങളുടെ സംരക്ഷണത്തിനും പരിസ്ഥിതിയുടെ നയ രൂപീകരണത്തിനും പരിസ്ഥിതിക അവബോധം വളർത്താനും സുസ്ഥിര വികസനം തുടങ്ങിയ നിരവധി വിഷയങ്ങളിൽ പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾക്ക് ഇടപെടാൻ സാധിച്ചിട്ടുണ്ട്. അഖിലേന്ത്യാ തലത്തിൽ ശ്രദ്ധ നേടിയ ചില പ്രധാനപ്പെട്ട പരിസ്ഥിതി മുന്നേറ്റങ്ങളാണ് നമുക്കറിയാം ജിപ്കോ പ്രസ്ഥാനം, അപ്പിക്കോ മൂവ്മെന്റ്, അതേപോലെ തന്നെ വന്ദന ശിവയുടേതൊക്കെ. അങ്ങനെ ഓരോരോ പരിസ്ഥിതി നിയമങ്ങളും മുന്നോട്ട് വന്നിട്ട് നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ഭാഗങ്ങൾ പഠിക്കാം. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ബാലൻസുമായിട്ട് കാണാം. താങ്ക് യു.